അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയാണ്, വജഅൽനാ ഫീഹാ ജന്നാത്തിൻ മിൻ നഖീലിൻ വഅഅനാബിൻ വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ. വജഅൽനാ ഫീഹാ, ഈ ഫിൽ അർദിൽ മൈത്തത്തായ ഈ അർദിൽ, സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി. എന്താ ഉണ്ടാക്കിയത്? ജന്നാത്തിൻ, തോട്ടങ്ങളെ. ജഅൽനാ എന്നാണ് അവിടെ ഖലഖ്ന, സൃഷ്ടിച്ചു എന്നർത്ഥം. സൃഷ്ടിച്ചു. ജന്നാത്തിൻ, തോട്ടങ്ങളെ. ഏതിനാലുള്ള തോട്ടങ്ങൾ? മിൻ നഖീലിൻ, നഖീൽ, നഖിൽ എന്ന് പറഞ്ഞാൽ ഈത്തപ്പന. നഖീൽ എന്ന് പറഞ്ഞാൽ ഈത്തപ്പനകൾ. നഖീൽ, നഖ്ല് എന്നതിൻ്റെ ബഹുവചനാണത്. നഖലിൻ്റെ ബഹുവചനം നഖീൽ, അബ്ദുൻ അബീദ് എന്ന് പറയുന്ന പോലെ ഈത്തപ്പനകളിൽ നിന്നുള്ള ജന്നാത്ത്, തോട്ടങ്ങളെ. വ അഅനാബിൻ, അനാബ്, ഇനബ് എന്താ? മുന്തിരി. അഅനാബ് എന്ന് പറഞ്ഞാൽ മുന്തിരികളിൽ നിന്നും. അപ്പം മുന്തിരികളിൽ നിന്നും ഈത്തപ്പനകളിൽ നിന്നുമുള്ള തോട്ടങ്ങളെ വജഅൽനാ ഫീഹ, അതിൽ നാം സൃഷ്ടിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നഖീലിനെ കുറിച്ച് പറഞ്ഞു, ഇനബിനെ കുറിച്ച് പറഞ്ഞു. തോട്ടങ്ങൾ പലതുമില്ലേ? തുഫാഹുണ്ട്, പുർത്തുക്കാലുണ്ട്, പല പല ഐറ്റമല്ലേ, മാങ്കോ, അതൊക്കെ ഉണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അത് പറഞ്ഞത്, ഇത് ആരോടാണ് പ്രഥമമായി പറയുന്നത്? അവർക്ക് കൂടി ഉൾക്കൊള്ളാനാണ്. മക്കയെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ എന്തുണ്ടായിരുന്നു? പിന്നെ മക്കയിലും പരിസരങ്ങളിലും തോട്ടങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നഖീൽ അവർക്ക് പിന്നെ അറിയുന്നതാണ്. ഇനബ്, അന്ന് എവിടെ ഇനബ് ഉണ്ടായിരുന്നതെന്ന് കൂടുതൽ തായിഫിൽ പ്രസിദ്ധമായ തോട്ടങ്ങളുണ്ടായിരുന്നു. പലതിൻ്റെയും തോട്ടങ്ങളുണ്ടായിരുന്നു. പണ്ടേ തായിഫ് അതാണ്. തായിഫിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. തായിഫ് എന്ന പേര് വരാൻ തന്നെ കാരണം പിന്നെ അവിടുത്തെ ചരിത്രത്തിൽ ഹിജാസിൽ ആ ഭാഗങ്ങൾ, മക്ക നോക്കിയേ, ഭയങ്കര ചുട്ടുപൊള്ളുന്ന മണൽക്കാടാണ്. ഹിജാസിൽ മദീനയും ഒക്കെ അതേ. മക്ക, മദീന, തായിഫ്, ഇതാണ് ഹിജാസ്. ഹിജാസിൽ തായിഫ് വെച്ച് ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ചൂടാണ്, മരുഭൂമിയാണ്. തായിഫ് മാത്രമാണ് എന്ത്? പിന്നെ തണുപ്പും സസ്യ ശ്യാമള കോമളം എന്നറിയില്ല സാഹിത്യത്തിൽ, അത് തായിഫാണ്. അതെന്തുകൊണ്ടാണ്? ഹിജാസിൽ സിംഹഭാഗവും ചുട്ടുപഴുത്ത മണൽക്കാടാണ്. ഹിജാസിൽ തായിഫ് മാത്രമാണ് ഒരു പിന്നെ വ്യത്യസ്തമായ ഭൂപ്രദേശം. അവിടെ തണുപ്പുണ്ട്, അവിടെ ചെടികളുണ്ട്, അവിടെ കായ്ക്കനികളുണ്ട്, അവിടെ കൃഷിയുണ്ട്, ഫലഭൂയിഷ്ടാണ്, കൃഷിയോഗ്യമാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ പലതും ഉണ്ട്. അതിന് പല കാരണങ്ങളും പറയപ്പെടുന്നുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയുഖീമുസ്സലാഹ് അല്ലേ? ഹാജറിനെ ഇസ്മായിലിനെ അവിടെ പാർപ്പിച്ചതിന് ശേഷം കൃഷിയോഗ്യമല്ലാത്തൊരു നാട്ടിലാണ് പാർപ്പിച്ചിട്ടുള്ളത്. അവർ നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ഫജഅൽ അഫ്ഇദതൻ മിനന്നാസി തഹ്വി ഇലൈഹിം അല്ലേ? ആളുകളുടെ മനസ്സിനെ കൊണ്ടെത്തിക്കാൻ അല്ലാഹു പറഞ്ഞു. വർസുഖുഹും മിനസ്സമറാത്ത്, ഫലങ്ങൾ അവർക്ക് റിസ്ക്കായി നൽകാനും ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു. ഇതല്ലേ മക്കയിലേക്ക് ഏറ്റവും കൂടുതൽ സമറാത്ത്, പഴങ്ങൾ ഒഴുകുന്നത് എവിടുന്ന? തായിഫിൽ നിന്നാണ്. പണ്ട് കാലം മുതലേ അള്ളാഹുവിനോടുള്ള ആ ദുആ അള്ളാഹു കബൂലാക്കി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് തായിഫിനെ ആ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചത് എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. വേറെയും കുറേ ചരിത്രങ്ങളുണ്ട് തായിഫിന് ആ പേര് വന്നതും തുടങ്ങിയ വിഷയത്തിൽ. ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം നഖീൽ, അതേപോലെ ഇനബ് പോലുള്ളതൊക്കെ മക്കക്കാർക്ക് അറിയുന്ന വിഷയമാണ്. വജഅൽനാ ഫീഹാ ജന്നാത്തിൻ മിൻ നഖീലിൻ വഅഅനാബിൻ വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ. വഫജ്ജർന, അല്ലാഹു പറയാണ്, നാം ഒഴുക്കി, നിർഗളിപ്പിച്ചു, ഒഴുക്കി, നാം ഒഴുക്കുകയും ചെയ്തു. ഫീഹ എന്ന് പറഞ്ഞാൽ ഫിൽ അർദിൽ മൈത, ഈ നിർജീവമായ നാട്ടിൽ, സ്ഥലത്ത് നാം ഒഴുക്കുകയും ചെയ്തു. എന്താ ഒഴുക്കിയത്? മിനൽ ഉയൂൻ. എന്താ ഉയൂൻ? ഐനിൽ നിന്നാണ് ഉയൂൻ. ഐൻ അരുവിയാണ്. അരുവികൾ, ഉറവകൾ, അരുവികൾ. ഐനുൻ ഉയൂൻ. അതിന് പല അർത്ഥത്തിൽ വരും അറബി ഭാഷയിൽ ധാരാളം അർത്ഥങ്ങളുള്ള പദങ്ങളിൽപ്പെട്ടതാണ് ഐൻ. ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഐനിനെ പിടികൂടിയത് പറയുന്നുണ്ട്. ഐനിനെ പിടികൂടി, രണ്ട് മിൻ ഉയൂനിൽ മുശ്രിക്കീങ്ങളുടെ രണ്ട് ഐനുകൾ. ജാസൂസ് CID ക്കാണ് പറയാം. ചാരപ്രവർത്തനം നടത്തുന്നത് ഐൻ എന്ന് പറയും, ഉയൂൻ. അതേപോലെ തന്നെ ഐൻ എന്ന് പറയും സ്വർണത്തിന്, ഐൻ എന്ന് പറയും കണ്ണിന്.
ഇങ്ങനെ പല അർത്ഥത്തിന് അതിന് പ്രയോഗിക്കും. ഇവിടെ പിന്നെ അരുവി എന്ന അർത്ഥത്തിൽ. വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, ഈ നിർജ്ജീവമായ നാട്ടിൽ നാം നിർഗളിപ്പിക്കുകയും ചെയ്തു, ഒഴുക്കുകയും ചെയ്തു, മിനൽ ഉയൂൻ, അരുവികളെ.